Namaste, welcome to S for Science. Today we are going to learn the numericals from the chapter Electricity. നമുക്ക് ഇലക്ട്രിസിറ്റിയിലെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇലക്ട്രിസിറ്റിയുടെ ഇലക്ട്രിക് പവർ വരെയുള്ള പോർഷൻസ് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ന്യൂമറിക്കൽസ് ആണ് നോക്കാനുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ഇതിൽ നിന്ന് വരാവുന്ന നല്ല ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബോർഡ് എക്സാംസിന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പാർട്ടായിട്ടായിരിക്കും വരുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യന് 2-3 പാർട്ട് ഉണ്ടാവും. ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ 2 2 മാർക്ക് ക്വസ്റ്റ്യൻസും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനും ഉണ്ടാവും. ആ ഒരു രീതിയിലാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ 2 1 മാർക്ക് ക്വസ്റ്റ്യനും ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനും. അപ്പോൾ ഈ 2 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് അത് മിക്കപ്പോഴും പ്രോബ്ലംസ് തന്നെയായിരിക്കും. ഇലക്ട്രിസിറ്റി ചാപ്റ്റർ ഒരു പ്രോബ്ലം ബേസ്ഡ് ചാപ്റ്ററാണ്. കാരണം നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിൽ കുറേ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇലക്ട്രിക് ചാർജ് മുതൽ ഇലക്ട്രിക് പവർ വരെ ആ ഒരു ചാപ്റ്റർ കവർ ചെയ്യുന്ന കുറേ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസിനെ എല്ലാം ബേസ് ചെയ്ത് എന്തായാലും പ്രോബ്ലംസ് ഉണ്ടാവും. എല്ലാ ഇക്വേഷൻസിനെയും ബേസ് ചെയ്തെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ഇതിൽ ഒരു 3-4 ഇക്വേഷൻസിനെ ബേസ് ചെയ്ത് എന്തായാലും നിങ്ങൾക്ക് പ്രോബ്ലംസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക് ചാർജ് മുതൽ റെസിസ്റ്റിവിറ്റി വരെയുള്ള ഇക്വേഷൻസിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫസ്റ്റ് പഠിച്ച ഇക്വേഷൻ മുതൽ റെസിസ്റ്റിവിറ്റി വരെയുള്ള ഇക്വേഷൻസ് നമുക്കൊന്ന് നോക്കാം. ഓർമ്മയുണ്ടോന്നൊന്ന് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചത് ടോട്ടൽ ഇലക്ട്രിക് ചാർജിന്റെയാണ് അല്ലെ? ടോട്ടൽ ഇലക്ട്രിക് ചാർജ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? Q അല്ലെ? Q ഈസ് ഈക്വൽ ടു N ഇൻറ്റു E. നമ്മുടെ N എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസും E എന്ന് പറയുന്നത് ചാർജ് ഓഫ് 1 ഇലക്ട്രോണുമാണ്. അപ്പം Q ഈസ് ഈക്വൽ ടു N ഇൻറ്റു E. ഇനി രണ്ടാമതായിട്ട് പഠിച്ചത് ഏതായിരുന്നു? ഇലക്ട്രിസിറ്റി അല്ലെ? I ഈസ് ഈക്വൽ ടു Q ബൈ T അല്ലെ? ഇലക്ട്രിസിറ്റിയുടെ Q ബൈ T. Q ഈസ് ദ ചാർജ് ആൻഡ് T ഈസ് ദ ടൈം. പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ആയിരുന്നു. എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്? പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നമ്മൾ ഡബ്ല്യുവിന്റെ ടേംസിലാണ് പഠിച്ചത് അല്ലെ? W ഈസ് ഈക്വൽ ടു QV. എന്തിനാ എങ്ങനെ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? V QV എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിരുന്നു. ഇവിടെ ചാർജിന് നമ്മളൊരു ട്രയാങ്കിൾ ഫോമിലായിരുന്നു അത് പഠിച്ചത്. അപ്പം ഫസ്റ്റ് വീഡിയോയും സെക്കൻഡ് വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഡബ്ല്യൂയുടെ ഫോമിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പം W ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V, where W ഈസ് ദ വർക്ക് ഡൺ, Q ഈസ് ദ ചാർജ് ആൻഡ് V ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്ഡ്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഓംസ് ലോ ആയിരുന്നു. ഓംസ് ലോയിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു? V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R അല്ലേ? ഇവിടെ V ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, I ഈസ് ദ കറന്റ് ആൻഡ് R ഈസ് ദ റെസിസ്റ്റൻസ്. ഈ ഒരു രീതിയിൽ നമ്മൾ ട്രയാങ്കിൾ വരച്ച് തന്നെയാണ് അതും പഠിച്ചത്. അതെല്ലാം നന്നായിട്ട് ഓർമ്മ വെച്ചേക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു ഇക്വേഷൻസ് എല്ലാം ഈ ഒരു ഫോമിൽ തന്നെ ഞാൻ എഴുതി കാണിക്കുന്നത്. കാരണം നിങ്ങൾ പഠിച്ച ആ ഒരു രീതിയിൽ തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്ത് പോകാൻ എളുപ്പമാണ്. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, അതായത് ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ. അപ്പോൾ എന്തിനൊക്കെയായിരുന്നു നമ്മൾ റെസിസ്റ്റിവിറ്റി ഇവിടെ പഠിച്ചു? റെസിസ്റ്റിവിറ്റി ഇൻറ്റു L ബൈ A അല്ലേ? ലെങ്ത് ഓഫ് ദ വയർ ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി ഇൻറ്റു L ബൈ A. 5 ഇക്വേഷൻസ് ഉണ്ട്. ഈ 5 ഇക്വേഷൻസ് ആണ് നമ്മൾ ഫസ്റ്റ് ഇലക്ട്രിക് ചാർജ് മുതൽ റെസിസ്റ്റിവിറ്റി വരെയുള്ള പോർഷനിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻസ്, ഇലക്ട്രിക് പവർ, പിന്നെ ജൂൾസ് ഹീറ്റിംഗ് ഇഫക്റ്റ്, ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം നിങ്ങൾക്കിപ്പം സ്ക്രീനിൽ കാണുന്നുണ്ടാവും. സ്ക്രീനിൽ കാണുന്ന പ്രോബ്ലം ഞാനൊന്ന് വായിക്കാം, എന്നിട്ട് നമുക്കത് ചെയ്യാം. A current of 0.5 ampere is drawn by a filament of an electric bulb for 10 minutes. Find the amount of electric charge that flows through any point of the circuit. അപ്പം given എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നമുക്ക് ആദ്യമേ എഴുതാം. ഫസ്റ്റ് വൺ നമുക്ക് തന്നിരിക്കുന്നത് ഇലക്ട്രിക് കറണ്ട് തന്നെയാണ് അല്ലേ? ഈസ് ഈക്വൽ ടു 0.5 ആംപിയർ. ആൻഡ് പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? ടൈമാണ്. ടൈം ഈസ് ഈക്വൽ ടു
10 മിനിറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 മിനിറ്റ്സ്. അപ്പം 10 മിനിറ്റ്സിനെ നമുക്ക് സെക്കൻഡ്സിലേക്ക് ചേഞ്ച് ചെയ്യണം. എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്സ്. അപ്പം നമുക്ക് 10 ഇൻറ്റു 60 ഈസ് ഈക്വൽ ടു 600 സെക്കൻഡ്സ് എന്ന് ചേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ്. അപ്പം നമുക്ക് എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇലക്ട്രിക് ചാർജ് അല്ലേ? അപ്പം നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? I ഈസ് ഈക്വൽ ടു Q/T. ഇവിടെ ഇലക്ട്രിക് ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് മൂന്നും കൂടി റിലേറ്റ് ചെയ്ത് വരുന്ന ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു Q/T. അപ്പം നമുക്ക് അത് എഴുതാം. I ഈസ് ഈക്വൽ ടു Q/T. ഇനി ഇതിൽ നിന്ന് നമുക്ക് Q എന്താണെന്ന് പറയാം. Q ഈസ് ഈക്വൽ ടു I ഇൻറ്റു T. I എത്രയാണ്? 0.5 ആംപിയർ അല്ലേ? ഇൻറ്റു T. T എത്രയാണ്? 600 സെക്കൻഡ്സ് ഈക്വൽ ടു എത്രയാണ്? 300 കൂളം അല്ലേ? അപ്പം ചാർജ് ഈസ് ഈക്വൽ ടു 300 കൂളം. അപ്പം നമ്മളെപ്പോഴും യൂണിറ്റ് എഴുതാൻ മറന്നു പോകരുത്. എല്ലാത്തിൻ്റെയും യൂണിറ്റ് എഴുതി തന്നെ വരിക. ലാസ്റ്റിൽ നമ്മൾ എന്താണ് ചാർജിൻ്റെ യൂണിറ്റ് കൂളമ്പിലാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂളമ്പ് എഴുതാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 300 കൂളം. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇവിടെ ചില അവസരങ്ങളിൽ ചോദിക്കാറുണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ. ടോട്ടൽ ചാർജ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാം. എളുപ്പമല്ലേ? എങ്ങനെയാണ്? Q ഈസ് ഈക്വൽ ടു N ഇൻറ്റു E എന്നുള്ള ആ ഒരു ഇക്വേഷൻ. കാരണം ടോട്ടൽ Q നമുക്കറിയാം, ഇലക്ട്രോൺ ചാർജ് ഓഫ് 1 ഇലക്ട്രോണും നമുക്കറിയാം. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ? എങ്ങനെയാണ്? Q ഈസ് ഈക്വൽ ടു N ഇൻറ്റു E എന്ന് മാത്രം മതി അല്ലേ? അതിൽ N ഈസ് ഈക്വൽ ടു Q/E. ഈ ഒരു കേസ് ആണെങ്കിൽ Q എന്ന് പറയുന്നത് 300 ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 ഇൻറ്റു 10⁻⁻19. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടും. അപ്പോൾ ഇത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇല്ലായിരുന്നു. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് രണ്ടും കൂടി മേർജ് ചെയ്ത്, അതായത് ആദ്യമേ നമുക്ക് ചാർജ് കണ്ടുപിടിക്കുക. ചാർജ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ആ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴും പേടിക്കരുത്, എളുപ്പമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഓക്കെ. ഒരു സെക്കൻഡ് ഒന്ന് നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ടുള്ള സമയം കൊടുക്കണം. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് പാനിക് ആവരുത്. ഒരിക്കലും പാനിക് ആവരുത്. പാനിക് ആയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് ഇത്രയും ഇക്വേഷൻസിനെ ബേസ് ചെയ്ത് എന്തായാലും ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തതിന് ശേഷം ആൻസേഴ്സ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എളുപ്പം കിട്ടും, എളുപ്പം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ദ സ്ക്രീൻ ഞാനൊന്ന് വായിക്കാം. A piece of wire of resistance 20 ohm is drawn out so that its length is increased to twice its original length. Calculate the resistance of the wire in new situation. Question മനസ്സിലായോ? ഒന്നുകൂടി വായിക്കാം. A piece of wire of resistance 20 ohm is drawn out so that its length is increased to twice its original length. Calculate the resistance of the wire in new situation. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? റെസിസ്റ്റൻസ് ആണ്. പുതിയ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. എന്തൊക്കെയാണ് കണ്ടീഷൻസ് തന്നിരിക്കുന്നത്? ആദ്യത്തെ പഴയ റെസിസ്റ്റൻസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ആ വയർ ഡബിൾ ലെങ്ത്, അതായത് നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഡബിൾ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ലെങ്ത് വൈസ് മാറ്റിയിട്ടുണ്ട്. അപ്പം ലെങ്ത് വൈസ് മാറ്റുക എന്ന് വെച്ചാൽ എന്താണ്? ഏരിയ വൈസ് ഹാഫ് ആകുക. ഏരിയ ഹാഫ് ആകുമ്പോഴാണ് ലെങ്ത് ഡബിൾ ആവുന്നത്. തന്നിരിക്കുന്ന വയറിനെ നമ്മൾ വലിച്ചു നീട്ടുകയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയും, ലെങ്ത് കൂടും. അപ്പം ലെങ്ത് ഡബിൾ ആയിട്ടുണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഹാഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? നമുക്ക് R തന്നിട്ടുണ്ട് അല്ലേ? R ഈസ് ഈക്വൽ ടു 20 ohm എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? R ഡാഷ് അല്ലേ? പുതിയ R ഡാഷ്, പുതിയ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം നമുക്ക് അതിനെ R ഡാഷ് എന്ന് പറയാം, പുതിയ റെസിസ്റ്റൻസിന്. ഇനി നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? ദ ലെങ്ത് ഓഫ് ദ വയർ ഈസ് ഇൻക്രീസ്ഡ് ടു ട്വൈസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത് എന്നാണ് പറയുന്നത്. അപ്പം ട്വൈസ് ലെങ്ത്, അതായത് പുതിയ ലെങ്ത് എന്ന് പറയുന്നത് ട്വൈസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. ഒറിജിനൽ ലെങ്ത് L ഉം
പുതിയ ലെങ്ത് എൽ ഡാഷ്. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതായത് ഇപ്പോഴത്തെ പ്രസന്റ് എ ഡാഷ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് ഈക്വൽ ടു എങ്ങനെയായിരിക്കും? ഹാഫ് ഓഫ് ദ പ്രീവിയസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലേ? അപ്പോൾ കാരണം എന്താണ്? ഇത് ഡബിൾ ആയിട്ടാണ് ലെങ്ത് കൂടിയിട്ടുള്ളത്. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഹാഫ് ആയിട്ട് മാറും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ആർ ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കറിയാം റെസിസ്റ്റൻസിൻ്റെ എങ്ങനെയാണ്? ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ അല്ലേ? ഇവിടെ റോ കോൺസ്റ്റന്റ് ആണ്, മാറിയിട്ടുള്ളത് എന്തൊക്കെയാണ്? എല്ലും എയും ആണ്. അപ്പോൾ നമുക്ക് ആർ ഡാഷ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? അപ്പം റോ എൽ ഡാഷ് എന്താണ്? എൽ ഡാഷ് ബൈ എ ഡാഷ് അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഡാഷിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2L എന്ന് കൊടുക്കാം. പിന്നെ എ ഡാഷിന് പകരം എന്ത് കൊടുക്കാം? ഹാഫ് എ എന്ന് കൊടുക്കാം. അപ്പം നമുക്ക് എന്തായി? ഇവിടെ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ എന്താണ്? 2 × L × 2 ഡിവൈഡഡ് ബൈ എ എന്ന് കിട്ടും അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 2 × 2 4 റോ എൽ ബൈ എ. എന്താണ് ഇവിടെ റോ എൽ ബൈ എ? റോ എൽ ബൈ എ എന്ന് പറയുന്നത് നമ്മളുടെ ആദ്യത്തെ റെസിസ്റ്റൻസ് അല്ലേ? ദാറ്റ് ഈസ് 4 × R എന്ന് പറയാം അല്ലേ? 4 × R. ഇവിടെ R എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 20 ohm. അപ്പം 4 × 20 ohm which is equal to എത്രയാണ്? 80 ohm. So 80 ohm is the answer or new resistance. New resistance എത്രയായി? 80 ohm. ഇതായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ നന്നായിട്ട് വായിച്ചു നോക്കണം ക്വസ്റ്റ്യൻ. എന്ത് ലെങ്ത് കൂടുമ്പോൾ എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയും. ഓക്കെ, അതേപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് കൂടുന്നതെന്നുണ്ടെങ്കിൽ ലെങ്ത് കുറയുകയും ചെയ്യും. അപ്പം ക്വസ്റ്റ്യനകത്ത് എന്താണ് കണ്ടീഷൻസ് തന്നിരിക്കുന്നത് അത് ഈ ഒരു രീതിയിൽ നമ്മൾ അതായത് ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കണം. സെൻറ്റൻസ് ഫോമിൽ കിടക്കുന്നതിനെ നമ്മൾ എന്തായിട്ട് മാറ്റണം? ഇങ്ങനെ ഇക്വേഷൻ ഫോമിലാക്കണം. അങ്ങനെ ഇക്വേഷൻ ഫോമിലാക്കി കഴിഞ്ഞാൽ കാൽക്കുലേഷൻസ് വളരെ എളുപ്പമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ക്ലിയർ ആയല്ലോ. നൗ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ദ സ്ക്രീൻ. ഞാനൊന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. എ 4 ohm റെസിസ്റ്റൻസ് വയർ ഈസ് ഡബിൾഡ് ഓൺ ഇറ്റ്. കാൽക്കുലേറ്റ് ദ ന്യൂ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ സിമ്പിളാണ് അല്ലേ? എന്താണ് 4 ohm റെസിസ്റ്റൻസ്? അപ്പം റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 4 ohm എന്ന്. പിന്നെന്താണ് തന്നിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്ന ന്യൂ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് ന്യൂ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? ദ വയർ ഈസ് ഡബിൾഡ് ഓൺ ഇറ്റ്. അപ്പം ഇവിടെ ഡബിൾഡ് ഓൺ ഇറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് കൂട്ടിയിരിക്കുന്നത്. അപ്പം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡബിൾ എ ആയി. അപ്പം ലെങ്ത് എങ്ങനെയാകും എന്നാ പറഞ്ഞത്? ലെങ്ത് ഹാഫ് ആകും അല്ലേ? പുതിയ ലെങ്ത് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദ പ്രീവിയസ് ലെങ്ത് എന്നല്ലേ? അപ്പോൾ ഇനി നമുക്ക് പുതിയ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. പഴയ റെസിസ്റ്റൻസ് എങ്ങനെയാണ്? റോ എൽ ബൈ എ. അപ്പോൾ ആർ ഡാഷ് എന്തായിരിക്കും? റോ ദാറ്റ് ഈസ് റെസിസ്റ്റിവിറ്റി എൽ ഡാഷ് ബൈ എ ഡാഷ്. റെസിസ്റ്റിവിറ്റി ഇൻറ്റു ദാറ്റ് ഈസ് റോ ഇൻറ്റു എൽ ഡാഷ് എന്താണ്? എൽ ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഓഫ് എൽ ആണ് അല്ലേ? ദാറ്റ് ഡിവൈഡഡ് ബൈ എ ഡാഷ് ഈസ് 2a അല്ലേ? അപ്പം ഇവിടെ ന്യൂമറേറ്ററിലാണ് ഫ്രാക്ഷൻ വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഡിനോമിനേറ്റർ നമുക്ക് താഴോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം റോ എൽ ഡിവൈഡഡ് ബൈ 2 × 2a ദാറ്റ് ഈസ് റോ എൽ ബൈ 4a അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 1/4 ഇൻറ്റു റോ എൽ ബൈ എ. എന്താണ് റോ എൽ ബൈ എ? നമ്മുടെ ആദ്യത്തെ റെസിസ്റ്റൻസ് അല്ലേ? അപ്പം 1/4 ഇൻറ്റു ആർ. എത്രയാണ് 1/4 ഇൻറ്റു ആർ? ആർ എന്ന് പറയുന്നത് നമുക്ക് 4 ohm തന്നിട്ടുണ്ട്. അപ്പം 1/4 ഇൻറ്റു 4 ohm. അപ്പം 4 ഉം 4 ഉം ക്യാൻസലായി. ദാറ്റ് ഈസ് 1 ohm. അപ്പം പുതിയ റെസിസ്റ്റൻസ് എന്താണ്? 1 ohm. അപ്പോൾ ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ കണ്ടീഷൻ ആയിരുന്നു നമുക്ക് തന്നിരുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ലെങ്ത് ആയിരുന്നു തന്നിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് റെസിസ്റ്റൻസിനെ ബേസ് ചെയ്ത് റെസിസ്റ്റിവിറ്റി, റെസിസ്റ്റൻസ്, അതായത് ഈ ഒരു
റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ, ആ ഒരു റിലേഷനെ ബേസ് ചെയ്ത് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതേ ഉള്ളൂ, നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക, തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണെന്ന് വായിച്ചെടുക്കുക, അത്രയും മാത്രം നിങ്ങൾ ഇത് ചെയ്താൽ മതി. പിന്നെ കറക്റ്റായിട്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഫ്രാക്ഷൻ, ന്യൂമറേറ്ററിൽ ഫ്രാക്ഷൻ വരുന്നുണ്ട് അല്ലേ, ആ ന്യൂമറേറ്ററിലുള്ള ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ നമ്മൾ നമ്മുടെ ഒറിജിനൽ ഡിനോമിനേറ്ററിൽ കൊടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. അല്ല, ഫ്രാക്ഷൻ എന്താണ് ഡിനോമിനേറ്ററിലാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിനോമിനേറ്ററിൽ വന്ന ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, അതായത് ഡിനോമിനേറ്ററിനെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയും കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി. അവിടെയാണ് മിക്കവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്നതും ആ കാൽക്കുലേഷൻസിൽ തെറ്റുന്നതും ആ സമയത്താണ്. അപ്പോൾ ആ ഒരു കാര്യം ഓർക്കാമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻസ് എന്തായാലും നിങ്ങൾക്ക് ഇൻ്റർപ്രറ്റ് ചെയ്ത് എഴുതാൻ എളുപ്പമായിരിക്കും. പിന്നെ ഈ ഒരു രീതിയിൽ പിന്നെ ലാസ്റ്റ് ഇത് ഇവിടെ കൊണ്ടുവച്ച് നിർത്തരുത്. 1/4 R മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. കാരണം നമുക്ക് ഓൾറെഡി എന്താണ് 4 ohm ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, വാല്യൂ കണ്ടുപിടിച്ച് അതിൻ്റെ യൂണിറ്റ് കൂടി നമ്മൾ എഴുതിയിരിക്കണം. ഇപ്പം ഇത് എന്തായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? R', പുതിയ റെസിസ്റ്റൻസ് അല്ലേ, ന്യൂ റെസിസ്റ്റൻസ് ആണ്. R' = 1 ohm. എളുപ്പമല്ലേ? അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ദ സ്ക്രീൻ. നമുക്കൊന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. A wire carries a current of 0.1 ampere and has a resistance of 120 milliohm per meter. What is the potential difference across 1 meter of wire? Question എങ്ങനെയാണ്? A wire carries a current of 0.1 ampere and has a resistance of 120 milliohm per meter. What is the potential difference across 1 meter of the wire? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതാം. I തന്നിട്ടുണ്ട്, I = 0.1 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് = 120 മില്ലി ഓം എന്ന് തന്നിട്ടുണ്ട്, മില്ലി ഓം എന്ന് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെന്താണ്, പിന്നെ ലെങ്ത് തന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പം കറണ്ടും റെസിസ്റ്റൻസും തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ. അപ്പോൾ ആ ലെങ്ത് നമുക്ക് ഇഗ്നോർ ചെയ്യാം, ലെങ്ത്തിൻ്റെ ആവശ്യമില്ല ഇവിടെ. അപ്പോൾ B = നമുക്ക് അറിയാം I × R ആണെന്നറിയാം. അപ്പം Bക്കകത്ത് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 0.1 ആംപിയർ ഇൻറ്റു 120 മില്ലി ഓം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, മില്ലി ഓം. ദാറ്റ് മീൻസ് എന്താണ്, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 മില്ലി ഓം ആണോ വരുന്നത്? ആംപിയർ ഓം. ആംപിയർ ഓം എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ട് അല്ലേ. അപ്പം 12 മില്ലി വോൾട്ട് എന്നായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ക്ലിയർ ആയോ? 12 മില്ലി വോൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ദ സ്ക്രീൻ. A copper wire has a diameter 0.5 millimeter and resistivity 1.6 × 10⁻⁻8 ohm meter. First question, what will be the length of the wire to make the resistance 12 ohm? Second question, how much will be the resistance of another copper wire of the same length but half the diameter? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? റെസിസ്റ്റിവിറ്റി തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട്, കോപ്പർ വയറിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും നമുക്ക് ആദ്യമേ എഴുതാം. അപ്പം ഡയമീറ്റർ = എന്താണ്? 0.5 മില്ലിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്തായിരിക്കും? റേഡിയസ് = 0.25 മില്ലിമീറ്റർ അല്ലേ. കാരണം എന്താണ്? ഇതിൻ്റെ ഹാഫ് ആയിരിക്കും, ഡയമീറ്ററിൻ്റെ ഹാഫ് ആണല്ലോ റേഡിയസ്, അത് കാരണം. ഇനി തന്നിരിക്കുന്നത് എന്താണ്? റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി എന്താണ്? റോ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. റെസിസ്റ്റിവിറ്റി 1.6 × 10⁻⁻8 ഓം മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് ദ വയർ ടു മേക്ക് ദ റെസിസ്റ്റൻസ് 12 ohm? ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴാണ്? റെസിസ്റ്റൻസ് 12 ohm ആയിരിക്കുമ്പോൾ നമുക്കതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഇത് ഈ ഒരു ഇക്വേഷൻ എന്തായിരിക്കും? R = റെസിസ്റ്റിവിറ്റി തന്നിട്ടുള്ളതുകൊണ്ട് ρ L/A ആണ് അല്ലേ. അപ്പം നമുക്ക് റെസിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്?
12 ohm എന്നാണ് തന്നിരിക്കുന്നത്. 12 ohm ഈസ് ഈക്വൽ ടു റോ എൽ എത്രയാ? എല്ലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എ എത്രയാണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. വയറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പൈ ആർ സ്ക്വയർ അല്ലേ. പൈ ആർ സ്ക്വയർ. അപ്പോൾ നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. ഇതെല്ലാം നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം റോ എൽ ബൈ പൈ ഈസ് 3.14 ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 0.25 ദ ഹോൾ സ്ക്വയർ അല്ലേ. ഇനി എന്താണ്? ഇനി ഇവിടെ നമുക്ക് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം റോയുടെ വാല്യൂ തന്നിട്ടുണ്ട്. റോയുടെ വാല്യൂ എത്രയായിരുന്നു? 1.6 ഇൻറ്റു 10⁻⁻8 എൽ ഡിവൈഡഡ് ബൈ 3.14 ഇൻറ്റു 0.25 ദ ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് ഇതിൽ നിന്ന് എൽ എത്രയാണെന്ന് നോക്കാം. എൽ ഈസ് ഈക്വൽ ടു എന്താണ്? 12 ohm ഇൻറ്റു എന്താണ്? ഡിനോമിനേറ്റർ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ, ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ 3.14 ഇൻറ്റു 0.25 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താണ്? 1.6 ഇൻറ്റു 10⁻⁻8. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.4718 ഇൻറ്റു 10⁻², അതായത് നമുക്ക് 147 എന്താണ് 0.18 മീറ്റർ എന്ന് എഴുതാം. ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. ഹൗ മച്ച് വിൽ ബി ദ റെസിസ്റ്റൻസ് ഓഫ് അനദർ കോപ്പർ വയർ ഓഫ് ദ സെയിം ലെങ്ത് ബട്ട് ഹാഫ് ദ ഡയമീറ്റർ. അപ്പോൾ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഹൗ മച്ച് വിൽ ബി ദ റെസിസ്റ്റൻസ് ആർ ഡാഷ്. പുതിയ ആർ ഡാഷ് ആണ് ഇത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. പുതിയ ആർ ഡാഷ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ന്യൂ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ആർ എത്രയായിരുന്നു? ആർ എന്ന് പറയുന്നത് 12 ohm തന്നെയാണ്. പക്ഷെ അതിന്റെ ലെങ്ത്തിന് വ്യത്യാസമൊന്നുമില്ല. എൽ ഡാഷ് എന്ന് പറയുന്നത് എൽ തന്നെയാണ്. എന്തിലാണ് വ്യത്യാസം വന്നത്? ഡയമീറ്ററിൽ മാത്രമാണ് വ്യത്യാസം വന്നത്. ഡി ഡാഷ് ഈസ് ഈക്വൽ ടു d/2 എന്ന് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ആർ ഡാഷ് കണ്ടുപിടിക്കാം. നമുക്ക് റേഡിയസ് ആണല്ലോ വേണ്ടത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാൻ. അപ്പൊ ആർ ഡാഷ് ഈസ് ഈക്വൽ ടു എന്താണ്? d'/2. ഡി ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? d/2 ഡിവൈഡഡ് ബൈ 2. d/2 എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പ്രീവിയസ് റേഡിയസ് ആണ് അല്ലേ, d/2. കാരണം നമ്മുടെ ഈ ഒരു ഡയമീറ്ററിന്റെ ഹാഫ് ആയെന്ന് പറഞ്ഞത്. ഡയമീറ്ററിന്റെ ഹാഫ് ആയെന്ന് വെച്ചാൽ എന്താണ്? റേഡിയസ്. അപ്പൊ ആ പഴയ റേഡിയസ് ബൈ നമുക്കിനി അത് നമ്മുടെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ ഡാഷ് ഈസ് ഈക്വൽ ടു റോ കോൺസ്റ്റന്റ് ആണ് എൽ ഡാഷ് ബൈ എ ഡാഷ്. അതായത് പുതിയ ലെങ്ത്തും പുതിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും. അപ്പം റോ കോൺസ്റ്റന്റ് ആണ്. എൽ ഡാഷ് എൽ ആയി, ബിക്കോസ് നമുക്ക് തന്നിട്ടുണ്ട് ലെങ്ത്തിന് മാറ്റമൊന്നും ഇല്ലാന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ലെങ്ത് ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. ബാക്കി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് പൈ ആർ ഡാഷ് ദ ഹോൾ സ്ക്വയർ ആണ് അല്ലേ. പൈ ആർ ഡാഷ് ദ ഹോൾ സ്ക്വയർ. ഇനി വിച്ച് ഇസ് ഈക്വൽ ടു റോ എൽ ബൈ പൈ. ആർ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? r/2. r/2 ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് റോ എൽ ബൈ പൈ ആർ സ്ക്വയർ ബൈ 4 അല്ലേ. അപ്പം ഡിനോമിനേറ്ററിൽ 4 വന്നു. അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം ന്യൂമറേറ്ററിൽ. അപ്പം 4 റോ എൽ ബൈ പൈ ആർ സ്ക്വയർ. അപ്പം ഇതെന്താണ്? ഇത് നമ്മുടെ പ്രീവിയസ് റെസിസ്റ്റൻസ് ആണ് അല്ലേ. 4 ഇൻറ്റു ആർ ഇത് പ്രീവിയസ് റെസിസ്റ്റൻസ് ആണ്. ലെങ്ത് പഴയതുപോലെ, റേഡിയസ് പഴയ റേഡിയസ് ആണ്. അപ്പം 4 ഇൻറ്റു ആർ നമ്മുടെ പഴയ റെസിസ്റ്റൻസ്. അപ്പം 4R എന്ന് പറഞ്ഞാൽ എന്താണ്? ആറിൻ്റെ വാല്യൂ എത്രയാണ്? ഇവിടെ നമുക്ക് 12 ohm. അപ്പം 12 ohm ദാറ്റ് ഈസ് നമുക്ക് 48 ohm എന്ന് ആൻസർ കിട്ടും. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്. ഓക്കെ, അപ്പം ഇത്രയും കാൽക്കുലേഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ റേഡിയസ് ഒക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം എടുക്കാൻ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ബാക്കി എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ റേഡിയസ് മാത്രമേ ഉള്ളൂ നമുക്ക് ഇത്രയും കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻസിനെ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം തരുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഈ ഒരു ഇത്രയും ഇക്വേഷൻസ് ഉള്ളതിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്
ഈ ഒരു ഇക്വേഷനിൽ മാത്രമാണ് R = rho L/A വരുമ്പോൾ എങ്ങനെയാണ് എല്ലിനും എയ്ക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് എന്നുള്ള ഒരു ചെറിയ കൺഫ്യൂഷനേ ഉള്ളൂ. അത് നിങ്ങൾ ഇത്രയും പ്രോബ്ലംസ് ഒന്ന് 2-3 വട്ടം ഒന്ന് ചെയ്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രോബ്ലംസ് എപ്പോഴും ചെയ്ത് നോക്കി തന്നെ പഠിക്കണം, അല്ലാണ്ട് വായിച്ച് പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ നന്നായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന് ഉള്ളിൽ, അതായത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഇഗ്നോർ ചെയ്യും, കാരണം വരില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻസും, അതെല്ലാം നിങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്യുക. ഇനി എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എനിക്ക് കമൻറ്റ് തന്നാൽ മതി. ഞാൻ നിങ്ങൾക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓംസ് ലോയെ ബേസ് ചെയ്തുള്ള ഒരു ഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വെച്ച് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഇത് നമ്മൾ ഇലക്ട്രിക് ചാർജ് മുതൽ റെസിസ്റ്റിവിറ്റി വരെയുള്ള പോർഷനാണ്, അതായത് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ ഞാൻ ആ ഒരു ഗ്രാഫും കൂടി പറഞ്ഞേക്കാവുന്നു. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പം സ്ക്രീനിൽ കാണാം. ഗ്രാഫ് ഞാനിവിടെ ബോർഡിൽ വരയ്ക്കാം. ബോർഡിൽ കാണിച്ചിരിക്കുന്ന 2 ഗ്രാഫിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പം സ്ക്രീനിൽ കാണാവുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് ആദ്യമേ ഒന്ന് വായിക്കാം. 2 students perform experiments on 2 given resistors R1 and R2 and plot the following VI graph. If R1 is greater than R2, which of the 2 diagrams correctly represent the situation on the plotted curves? Justify your answer. അപ്പോൾ നമ്മളിവിടെ ഏതാണ് കറക്റ്റ്, അതായത് 2 കുട്ടികളാണ് 2 ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. എ ഒരു കുട്ടി വരച്ച ഗ്രാഫും ബി രണ്ടാമത്തെ കുട്ടി വരച്ച ഗ്രാഫും. പക്ഷേ ഇതിൽ R1 ഈസ് ഗ്രേറ്റർ ദാൻ R2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് VI ഗ്രാഫാണ്, R1 ഈസ് ഗ്രേറ്റർ ദാൻ R2 എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടീഷൻ വെച്ചിട്ട് ഏത് കുട്ടിയാണ് കറക്റ്റ് ഗ്രാഫ് വരച്ചതെന്നാണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഡിറ്റർമിൻ ചെയ്താൽ മാത്രം പോരാ, അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ കൂടി നമ്മൾ കൊടുക്കണം. ഓംസ് ലോ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു VI ഗ്രാഫിൽ 2 റെസിസ്റ്റൻസിൻ്റെ സ്ലോപ്പ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏത് റെസിസ്റ്റൻസ് ആണോ കറണ്ടിൽ, അതായത് ഐയിൽ നിന്നും കൂടുതൽ ആംഗിൾ ഫോം ചെയ്യുന്നത് അതിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ R1 ആണ് കൂടുതൽ ആംഗിൾ മേക്ക് ചെയ്യുന്നത് ഐയിൽ നിന്നും അല്ലേ. അപ്പോൾ നമുക്ക് പറയാം R1ന്റെ റെസിസ്റ്റൻസ് ആണ് കൂടുതലെന്ന്. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, ഇവിടെ R2 ആണ് കൂടുതൽ ആംഗിൾ മേക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടെ R2ന്റെ റെസിസ്റ്റൻസ് ആണ് കൂടുതൽ. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എങ്ങനെയാണ്, R1 ഈസ് ഗ്രേറ്റർ ദാൻ R2. അപ്പം ഫസ്റ്റ് ഈ എ ആണ് കറക്റ്റ് അല്ലേ, ഈ എ ഫിഗർ ആണ് കറക്റ്റ്. ഇത് റോങ് ഫിഗർ ആണ് അല്ലേ. കാരണം നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് R1 ഈസ് ഗ്രേറ്റർ ദാൻ R2 എന്നാണ്. അപ്പോൾ R1 ഈസ് ഗ്രേറ്റർ ദാൻ R2 വരുന്നത് ഈ ഫിഗറിലാണ് അല്ലേ, ഈ ഡയഗ്രാമിലാണ്, അല്ലെങ്കിൽ ഈ ഗ്രാഫിലാണ്. എന്തുകൊണ്ടാണ്? സ്ലോപ്പ് ഓഫ് R1 ഈസ് ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് R2. Therefore R1 ഈസ് ഗ്രേറ്റർ ദാൻ R2. ഇത്രയുള്ള അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ. ഓക്കെ, എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുന്നതെന്നും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ബിക്കോസ് R1 മേക്സ് എ ഗ്രേറ്റർ ആംഗിൾ വിത്ത് I അല്ലേ, R1 മേക്സ് എ ഗ്രേറ്റർ ആംഗിൾ. സോ ദ സ്ലോപ്പ് ഓഫ് R1 ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് R2. ഇത്രയുള്ള അതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതിയാൽ മതിയാവും. ഇനി നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ, ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം. തന്നിരിക്കുന്ന ഗ്രാഫിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. 2 students perform experiments on 2 given resistors R1 and R2. Plot the following VI graph. If R1 is greater than R2, which of the 2 diagrams correctly represent the situation on the plotted curves? Justify your answer. നമ്മൾ പ്രീവിയസ് ആയിട്ട് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നത്? നമുക്ക് സെയിം ക്വസ്റ്റ്യൻ അല്ല, അപ്പോൾ ഇതിൽ എന്തോ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാം എന്താണെന്നുള്ളത്. നമ്മൾ നോക്കിക്കേ, ഈ 2 ഗ്രാഫ് നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടോ? ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ 2 ഗ്രാഫിലും ഒരു ഡിഫറൻസും കാണാൻ പറ്റൂല അല്ലേ. പക്ഷെ ഇതിൽ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ V y ആക്സിസിലും I x ആക്സിസിലുമാണ് എടുത്തിരിക്കുന്നത്. ഇവിടെയോ I y ആക്സിസിലും V x ആക്സിസിലുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫിന് ഡിഫറെൻ്റ് ആകും അല്ലേ. നമ്മൾ എപ്പോഴും ഐയിൽ നിന്നുമുള്ള സ്ലോപ്പാണ് നോക്കുന്നത്. എന്ത് 2 റെസിസ്റ്റൻസിൻ്റെ സ്ലോപ്പ് എപ്പോഴും നോക്കുമ്പോൾ നമ്മൾ ഐയിൽ നിന്നുമുള്ള ആംഗിളാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം രണ്ടിൽ ഏതാണ് കറക്റ്റ്. തന്നിരിക്കുന്ന കണ്ടീഷൻ എങ്ങനെയാണ്, R1 ഈസ് ഗ്രേറ്റർ ദാൻ R2 അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ R1 ഈസ് ഗ്രേറ്റർ ദാൻ R2 ആണ്, കറക്റ്റ് ആണ്. ഇനി ഇവിടെയോ, ഇവിടെയും എന്താണ്, നമ്മൾ ഐയിൽ നിന്നും വേണം എടുക്കാൻ. ഇതാ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുമെന്ന് പറയുന്നത് കേട്ടോ. കൺഫ്യൂസ് ചെയ്യാനായിട്ട് ഈ രീതിയിലും നിങ്ങൾക്ക് ഗ്രാഫ് വരാം. ഐ
വൈ ആക്സിസിലും വി, എക്സ് ആക്സിസിലും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഗ്രാഫ് തരാം. അപ്പോൾ ഇവിടെ നോക്കിക്ക് ഐയിൽ നിന്നും R1 തന്നെയാണ് കൂടുതൽ സ്ലോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? R1 തന്നെയാണ് ഇവിടെയും ഗ്രേറ്റർ എന്ന് പറയാം. ഓക്കെ, R1 ഈസ് ഗ്രേറ്റർ ദാൻ R2 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലായോ? ഇങ്ങനത്തെ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിച്ചോണം. അപ്പോൾ എപ്പോഴും നമ്മൾ അലേർട്ടായിരിക്കും. നമ്മൾ എപ്പോഴും ഒരു ഗ്രാഫോ അങ്ങനെ എന്ത് ക്വസ്റ്റ്യൻസ് തന്നാലും നമ്മൾ നന്നായിട്ടൊന്ന് നോക്കണം. വി എവിടെയാണ്, ഐ എവിടെയാണ്. അതിനു മുമ്പ് നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. വിയോ ഐയോ എവിടെയാണ് പ്ലോട്ട് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ വി ഐ ഗ്രാഫിൽ വിയോ ഐയോ എവിടെയാണ് പ്ലോട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓംസ് ലോയും പൊട്ടൻഷ്യൽ ഡിഫറൻസും പിന്നെ റെസിസ്റ്റൻസും കറണ്ടും തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഓംസ് ലോയുടെ വീഡിയോ തീർച്ചയായിട്ടും കാണുക. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പ്രോബ്ലംസും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും ഇത് മറക്കരുത്. നമ്മൾ പ്രോബ്ലംസ് ആണ് പഠിച്ചത്. അപ്പോൾ ഇലക്ട്രിസിറ്റി ചാപ്റ്ററിലെ പ്രോബ്ലംസ് നിങ്ങൾക്ക് അറിയാം, ടഫാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് കൂടി ആ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് പഠിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിന് എന്തായാലും തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. താങ്ക് യു. സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. ബൈ ബൈ.